1 കപ്പ് ഉഴുന്ന് അതൊരു പാത്രത്തിലിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം 3 മണിക്കൂർ കുതിർത്തി വെച്ചെടുത്തതാണ്. ഇനി അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പറ്റ ലൂസാവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല, അതിൻ്റെ മധ്യത്തിൽ. ഇനി ഇതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. ഇത് സിറപ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ രൂപത്തിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു കവറാണ്. അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കവർ എടുക്കാം. ഇനി അതൊരു ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ കവറിൻ്റെ ഫുള്ള് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കരുത്, പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് അതൊന്ന് കവറിലെ മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുറ്റിച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷേപ്പൊക്കെ ആയി വന്നത്. ഇതിപ്പോൾ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗമായി വന്നിട്ടുണ്ട്. ഇനി ഇത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ചൂടാറിയാൽ പിന്നെ കട്ട പിടിക്കും. പഞ്ചാരൻ്റെ അതേപോലെ ആയി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചൂടോടെ തന്നെ കിടക്കണം. ഇനി ഓരോന്നും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ബാക്കിയുള്ളതും അതേപോലെ ചെയ്തെടുക്കാം. ഒരു പണിയുമില്ല കേട്ടോ, ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കരുതും. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു ശർക്കരൻ്റെ ടേസ്റ്റാണ് വരിക. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബിൻ്റെ അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. ഉഴുന്നാണെന്ന് അറിയണത് പോലുമില്ല. ഇതപ്പോൾ നമ്മൾ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി.